മക്കളെ ആർക്കാണ് മക്കളെ നമ്മളെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോനൊക്കെ താഴെ ഒരുപാട് കമൻറ്റുകളാണ് മക്കൾ അയക്കുന്നത്. ഭയങ്കര വെറീഡാണ് മക്കൾ. ഇപ്പോൾ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ മക്കൾ ചോദിക്കുകയാണ്. ഇപ്പോൾ റീവാലുവേഷൻ്റെ റിസൾട്ട് എന്നാണ് വരിക, ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ +1 അലോട്ട്മെൻറ്റിന് അത് ഹെൽപ്പ് ചെയ്യുമോ, റീവാലുവേഷന് മാർക്ക് കൂടിയാൽ ഞങ്ങൾ അടച്ച പൈസ തിരികെ കിട്ടുമോ, അല്ലെങ്കിൽ റീവാലുവേഷന് മാർക്ക് കുറഞ്ഞാൽ ഞങ്ങളുടെ മാർക്ക് കുറയോ. ഭയങ്കര വെറീഡാണ് നിങ്ങൾ. ഇത്രയൊന്നും വെറീഡാവേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുള്ള ആൻസറുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ആദ്യം മക്കൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. +1 അലോട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, +1 അലോട്ട്മെൻറ്റ് തുടങ്ങാൻ പോവുകയാണ്, ആപ്ലിക്കേഷൻ തുടങ്ങാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടേയിരിക്കും. മക്കൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മക്കൾ ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, റീവാലുവേഷന് കൊടുത്ത് മാർക്ക് കൂടിയാൽ ഞങ്ങളടച്ച പണം തിരികെ കിട്ടും എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളടച്ച പൈസ തിരികെ കിട്ടും. അത് സ്കൂളിൽ പോയി കളക്ട് ചെയ്യണം റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, റീവാലുവേഷൻ കൊടുത്തിട്ട് അങ്ങാനും മാർക്ക് കുറഞ്ഞു പോയാൽ ഞങ്ങളെ മാർക്ക് കുറഞ്ഞു പോകും. കുഞ്ഞുമക്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഏതാണോ നല്ല ഗ്രേഡ് അത് തന്നെ എടുക്കുക. റീവാലുവേഷന് ശേഷം മാർക്ക് കുറയുന്ന ഒരവസ്ഥയില്ല. ഓക്കെ, മൂന്നാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, റീവാലുവേഷൻ്റെ റിസൾട്ട് ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പയർ ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മെയ് 27-നാണ് കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നത്. അതുപോലെ തന്നെ ഏകദേശം ആ ഡേറ്റിനൊക്കെ തന്നെ ആയിരിക്കും ഈ വർഷവും റിസൾട്ട് വരിക. ഓക്കെ, അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അയ്യോ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ അലോട്ട്മെൻറ്റിലേക്ക് ഈ മാർക്ക് ആഡ് ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഒന്നുകൊണ്ടും മക്കൾ പേടിക്കേണ്ട. അലോട്ട്മെൻറ്റിലേക്ക് ഇതിരിക്കും. നമ്മൾ പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂണിലാണ്, ജൂൺ ഫസ്റ്റ് വീക്കിലാണ് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും റീവാലുവേഷൻ ഡേറ്റ് അതിന് മുൻപ് വരികയും ചെയ്യും. നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യാം. കാരണം കമ്പ്യൂട്ടറൈസ്ഡാണ്. നിങ്ങളെ റിസൾട്ട് നമ്പറിൽ മാർക്ക് അവർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് പ്രോസസ്സിലും ഈ മാർക്ക് കറക്റ്റ് ചെയ്യപ്പെടാറുണ്ട് കഴിഞ്ഞ വർഷം വരെ. ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും അപ്ഡേഷൻ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മക്കൾ റീവാലുവേഷന് കൊടുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ റീവാലുവേഷന് കൊടുത്തേ പറ്റൂ. കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കേണ്ടത്, 1 മാർക്ക് കുറഞ്ഞാൽ പോലും നമ്മളെ അഡ്മിഷൻ അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ മക്കൾ റീവാലുവേഷന് കൊടുത്തോളൂ. ഓക്കെ, റീവാലുവേഷന് കൊടുക്കണം എന്ന് തന്നെയാണ് പറയാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും വീണ്ടും ഞാൻ പറയുകയാണ്, മക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.